2011 കേട്ടനാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണറാണ്. കിലോമീറ്ററും കുറവാണ്, വളരെ കുറവാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ തന്നെ. 2013 മോഡല് ഇൻഡിക്ക ഡീസലാണ്. 13 മോഡൽ. ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. 2016 മോഡൽ നല്ല വണ്ടിയാണ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. 22 മോഡല് ഐട്ടൺ യോസ് എന്നും പറഞ്ഞ മോഡൽ. ഇത് 2016 സെലീറിയാണ്. സെലീറിയ ഓട്ടോമാറ്റിക് ആണ്. 64,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ മാടനട എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ട് പോകുന്ന വഴിക്ക് മാടനട എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ട്രൂ വാലിയിലാണ് ഇന്നത്തെ വീഡിയോ. ഒരു 65,000 രൂപ തൊട്ടൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ല വീഡിയോ ആയിരിക്കും. അപ്പോൾ വണ്ടികളും അത്തരത്തിൽ നല്ല വണ്ടികളും വില കുറഞ്ഞ വണ്ടികളും അത്യാവശ്യം വിലയുള്ള വണ്ടികളും എല്ലാം ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാത്തരം വണ്ടികളും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാനും എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാനും പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ആ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ അരുണേ, നമസ്കാരം. കുറച്ച് നാളെ നമ്മൾ കണ്ടിട്ട്. നല്ല മഴയുണ്ട്. മഴ തോന്നുന്നുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഓക്കെ. വണ്ടികളൊക്കെ എങ്ങനെ അത്യാവശ്യം നല്ല വിലക്കുറവിലൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? വണ്ടികൾ വില കുറഞ്ഞ വണ്ടികളുണ്ട്, വില കൂടിയ വണ്ടികളുണ്ട്. എന്ന് വെച്ചാൽ കാറ്റഗറി ബേസ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വിലയുള്ള വണ്ടികളുണ്ട്. നമുക്ക് ചെറിയ വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ. ഇതൊരു 2007 മോഡൽ ഓൾട്ടോ LXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 80 സംതിങ് എന്തോ ഓടിയ. 80,000. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണേ? കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. അങ്ങനെ മേജർ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണറ്റോ ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ആടി കിടന്ന വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അത് അകത്തൊക്കെ ഒരുമാതിരി പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1 രൂപ റേഞ്ച് വരുന്നതാണ്. 1 രൂപ കുറയൂ? ചെറിയ വ്യത്യാസം വീണ്ടും വരും. അപ്പോൾ ഒരു 90 ആ റേഞ്ചൊക്കെ നമുക്ക് നോക്കാം. പറയത്തില്ല. ആള് വരട്ടെ. ഓക്കെ. അപ്പോൾ ഒരു ഇതിന് ലോൺ സൗകര്യം കിട്ടത്തില്ലല്ലോ? ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് 2012 ശേഷമുള്ള വണ്ടിക്ക് എപ്പോൾ ഫിനാൻസ് ചെയ്തു? ഫിനാൻസ് കിട്ടാത്തുള്ളൂ. 2011 മോഡലാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇത്രയും വണ്ടി കിടക്കുന്നുണ്ട്, കാണാൻ പിടിക്കാൻ പറ്റത്തില്ല. കുറേ പുതിയ സ്റ്റോക്കുകൾ വന്നതാണ് കേട്ടോ. ടയർ ആവറേജ് ടയർ, ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ റേഞ്ചിനാണ് ടയേഴ്സ് ഉള്ളത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. 88 കിലോമീറ്റർ. 88,000 കിലോമീറ്റർ. നമുക്ക് 145 പ്രൈസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളോ? ഇത് ഈ ഇടയ്ക്ക് വന്നതാണ്. അല്ല, വണ്ടിക്കാക്കാൻ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കാനുണ്ട്. അതെ. യാടി കിടന്ന വണ്ടികളാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, യാടി കിടന്ന വണ്ടികളാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? 145. 145 ലാസ്റ്റ് പ്രൈസ്. എല്ലാം വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അതിനകത്ത് മാറ്റും വീൽ കപ്പ് എടുത്തിട്ടിട്ടുണ്ട്. മാറ്റെല്ലാം പുതിയ മാറ്റാണ്. ഇതെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഇത് 2011 മോഡൽ ഓൾട്ടോ LXi ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ചെക്ക് ചെയ്യണം, പറയാം. അപ്പോഴേ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ ഈ ലാഗ് വരത്തില്ലല്ലോ. ഇല്ല, നീ അപ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്തോ. വണ്ടിക്കകം 2080 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11 വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണോ? ജെനുവിൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ. ഓക്കെ. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ വൃത്തി തന്നെ. പക്ഷേ ഇതിനകത്ത് പെയിന്റിങ് വർക്കുകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കും. ക്ലിയർ ചെയ്ത് കൊടുക്കും പിന്നെ. ഓക്കെ. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇതിനെല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഞാൻ പറയില്ലേ, അത്യാവശ്യം വർക്കെല്ലാം ചെയ്ത് കൊടുക്കും. ഇത് നമുക്കൊരു 135 റേഞ്ച് വരുന്നതാണ് കേട്ടോ. 135. ഇത് ഏത് വർഷമായിരുന്നു? 2011. അപ്പോൾ ലോൺ കിട്ടും വേണമെങ്കിൽ? 11 ചെയ്യുന്നുണ്ട്. 1 വർഷം അങ്ങനെ കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2015 മോഡൽ ഓൾട്ടോ 800 ആണ്. എന്ത് ഓടി? 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് 2 പുതിയ ടയർ, ബാക്ക് ഫസ്റ്റ് ടയറാണ്. വണ്ടി ഇന്റീരിയറൊക്കെ വലിയ കുഴപ്പമില്ല. ഇതിന്റെ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ആണ്.
മേജർ ഇടി ആ മേജർ ഇടിയൊന്നുമല്ല. അതാ ബോണറ്റ് തുറന്ന് കാണിച്ചു തരാം. മേജർ ഇടിയൊന്നുമല്ല. ഫ്രണ്ട് സൈഡൊക്കെ ടേസ്റ്റിംഗ് ഒന്നും മാറിയിട്ടില്ല. പോയിട്ടില്ല. ആ സൈഡ് നോക്കിയാലും ഒക്കെ കറക്റ്റാണ്. ക്രോസ് ബാർ ഒന്നും മാറിയിട്ടില്ല. അതൊന്നും മാറിയിട്ടില്ല. പിന്നെ ഇതൊക്കെ പട്ടി മാന്തിയതാണെന്ന് തോന്നുന്നു. നോക്ക്, അതാണ് സംഭവം. അതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമുക്ക് 220 വരും. 220. 15 മോഡലാണ്. അടുത്ത മാരുതി ഒന്ന് വിടാം. അടുത്ത ഇയോണാണ്. 2016 മോഡൽ ഇയോൺ. നല്ല വണ്ടിയാണ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. മാഗ്ന വേരിയന്റ് ആണ്. 40,000 കിലോമീറ്റർ ഫസ്റ്റ് ടയർ ആണ്. അതെ, ഫസ്റ്റ് ടയർ തന്നെ. കണ്ടിട്ട് അങ്ങനെ തോന്നി. ഫസ്റ്റ് ടയർ തന്നെ. മാഗ്ന വേരിയന്റ് ആണ്. വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. വണ്ടി നല്ല ഫോർമാറ്റൊക്കെ അടിച്ചുകൊണ്ട് നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂൻ ആണ്. കിലോമീറ്റർ. ഇത് കമ്പനി സർവീസ് അങ്ങനെ വല്ലതാണോ? അത് നമുക്ക് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റും. മാരുതിയുടെ അല്ലല്ലോ. ഓക്കെ. ഇത് എത്ര ചോദ്യം? ഇത് നമുക്ക് 235 പ്രൈസ്. 2016 മോഡൽ. 16. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് പെയിന്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് പറഞ്ഞ പെയിന്റിങ്. ഓക്കെ. 2013 മോഡലാണ്. ഇയോൺ തന്നെയാണ്. 72 കിലോമീറ്റർ വണ്ടി ഓടി. എത്രാമത്തെ ഓണർഷിപ്പ്? സിംഗിൾ ഓണറാണ്. സിംഗിൾ ആണ്. ഡിലൈറ്റ് ആണ്. ഡിലൈറ്റ്. ഇത് പക്ഷേ വണ്ടിക്കകത്ത് ഈ കളർ ഫെയ്ഡ് അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഒരുമാതിരി എല്ലാ വണ്ടികളെയും ഇതിനകത്തെല്ലാം ഇങ്ങനെ തന്നെ കേട്ടോ. അത്യാവശ്യം വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളത് സാൻഡ്രോ അല്ല. അത് മിക്കവാറും മാരുതിയുടെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ടയേഴ്സൊക്കെ ഇത് മൊട്ട ടയറാണ്. ഫ്രണ്ട് ഉണ്ട്. അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ. ഇത് എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 72 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2 രൂപ റേഞ്ച് വരും. 2 രൂപയ്ക്ക് താഴെ വരത്തേ ഉള്ളൂ വില. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. ഇത് 2017 വാഗണർ LX ആണ് കേട്ടോ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണറാണ്. 78 കിലോമീറ്റർ. 78,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിന്റെ മേളിൽ എന്ത് ഇത്? അതെന്തോ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ യാടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വണ്ടി കേട്ടോ. ആ കണ്ടീഷൻ കിടക്കുക. അത് വാഷ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇടാത്തത്. വാഷിംഗ് ഇന്റർ ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് അതാണ് തിരിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ. ടയേഴ്സ് ആവറേജ് ഇത് അതിന് താഴെയാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 355. 350. ഏത് വർഷം? 17 LX ആണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് റീപ്ലേസ് ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് നീ റീപ്ലേസ് ഇല്ലെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് തന്നെ പറയുന്നത്. 2011 കേട്ടനാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണറാണ്. കിലോമീറ്ററും കുറവാണ്, വളരെ കുറവാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ തന്നെ. വണ്ടിക്കകം അത്യാവശ്യം വൃത്തിയൊക്കെ തന്നെ. വണ്ടി വില നമുക്ക് 165 പ്രൈസ് വരുന്നുണ്ട്. 165. ഗിയർ നോവ് മാറി കൊടുക്കണം കേട്ടോ. അത് പൊട്ടി ഇരിപ്പുണ്ട്. ഡോറൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അതൊക്കെ ഇരിപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. കിലോമീറ്റർ ജെന്യൂൻ ആണേ? കിലോമീറ്റർ ജെന്യൂൻ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ ബാക്ക് ടയർ മൊട്ടയാണ്, അത് മാറി കൊടുക്കൂ? ബാക്ക് ടയർ നമുക്ക് പ്രൈസ് നോക്കിയിട്ട് മാറി കൊടുക്കും. ബാക്ക് ടയർ 2 ടയർ മാറി കൊടുക്കാം. ഓക്കെ. എത്ര ചോദ്യം? 165. വണ്ടി അല്ലാത്ത പക്ഷം കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ തന്നെ ചെറിയ ടച്ചിങ് ചെയ്യാണ്ട്. മുകളിൽ കാണാൻ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ഇത് 2016 സെലീറിയാണ്. സെലീറിയ ഓട്ടോമാറ്റിക് ആണ്. 64,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ സ്റ്റീരിയും കാര്യങ്ങളൊന്നുമില്ല? സ്റ്റീരിയോ ഇല്ല. EX വേരിയൻ്റ്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. ബാക്ക് ടയർ ആവറേജ് താഴെയാണ് ടയേഴ്സ് ഉള്ളത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 425.
25. 25. അത് ഇത് 2023 വാഗണർ ന്യൂ ഷേപ്പ് വാഗണറാണ്. ന്യൂ ഷേപ്പ് ആണെന്ന് കാണുമ്പോൾ അറിയാം. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 32 ജെനുവിൻ കിലോമീറ്ററൊക്കെ ചെയ്യുന്നത് തന്നെ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ട്. ഞാനൊന്ന് നോക്കിക്കോട്ടെ, ചെക്ക് ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രോണ്ട് സൈഡിലോട്ടൊന്നും പോയിട്ടില്ല. അവർക്ക് ഈ സൈഡിൽ ഇവിടെ ഈ സൈഡാണ് ബോണറ്റ് മാറിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഫ്രോണ്ട് സൈഡിലോട്ടൊന്നും പോയിട്ടില്ല. ഈ ഒരു പോർഷൻ അവിടെ തട്ടുണ്ട്, സൈഡ് തട്ടുക. ഈ സൈഡ് തട്ടുണ്ട്. ഓക്കെ, ഈ സൈഡ് മൊത്തത്തിലല്ല, ഈ ഒരു ഇത്രയും സ്ഥലത്ത് ഇതൊന്നും ഇവിടെ ഒന്നും പറയും. ഇതൊക്കെ ഒറിജിനൽ പീസാണ്. ഓക്കെ, ഈ സൈഡൊന്നും കുഴപ്പമില്ലല്ലോ. എത്ര ചോദ്യം? ഇത് നമുക്ക് ഒരു 5-10 ആ റേഞ്ച് വരും. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 56 രൂപ റേഞ്ച് മതി. 2022 മോഡല് i10 നിയോസ് എന്നും പറഞ്ഞ മോഡൽ. നിയോസ് പെട്രോൾ അല്ലേ? പെട്രോൾ. 55,000 കിലോമീറ്റർ, 53,000 കിലോമീറ്റർ ഓടി. ഓട്ടോമാറ്റിക്കാണ്. 53 ഓട്ടോമാറ്റിക് ആകുമ്പം മൈലേജ് എങ്ങനെ? പെട്രോളും കൂടിയാണ് ഇത്. പെട്രോളും അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇത് മറ്റേ CVT അല്ല, ഇത് ഗിയർ ബോക്സ് വരുന്നത്. ഫുഡ് പവർ വിൻഡിങ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് 5.55 പ്രൈസ് വരും. 5.55. ഒരു 50 രൂപയ്ക്കാണെങ്കിൽ ഇറക്കാം. 50 രൂപ ഇറക്കാം. വണ്ടി വേറെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇടിയോ അങ്ങനെ? ഇല്ല, മേജർ ആക്സിഡന്റോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ സൈഡൊക്കെ ചെറുതായി ഒരു സ്ക്രാച്ച് ഉണ്ടെന്നുള്ളതാണ്. ചെറിയ ചണക്കുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. എത്ര ചോദ്യം? 5.55. 2022 സിംഗിൾ ഓണർഷിപ്പ്. 2020 മോഡല് ഓൾട്ടോ 800 കേട്ടോ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് വാറണ്ടി വരുന്നത്. എത്ര വർഷം? ഇത് 6 മാസം വാറണ്ടി വരുന്നത്. 6 മാസം. ഇതിലും സ്റ്റീരിങ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഫ്ലോർ മാറ്റും കാര്യമൊക്കെ അടിച്ച് വണ്ടി നല്ല വൃത്തിയായിട്ടിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടി. നമുക്ക് പ്രൈസ് വരുന്നത് 3.15 ആണ്. 3.15. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ബാക്ക് ടയർ മൊട്ട ടയറാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. 3.15. 2018 മോഡൽ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് VXi. എത്രാമത്തെ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പാണ്. 61,000 കിലോമീറ്റർ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയർ അത്രയ്ക്കില്ല, പക്ഷെ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ പ്രൈസ് വരുമ്പോഴത്തേക്ക് 5.55. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഫോർഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ഒട്ടും ഇല്ലെന്നല്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ഷേപ്പുണ്ട്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ഇവിടുത്തെ എന്താണ്ട് ഇളകിപ്പോയെന്ന് തോന്നുന്നു, അതേ ഉള്ളൂ. അല്ല, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. 2018 മോഡല് ബലേനോ ഡെൽറ്റ വേരിയൻ്റ് ആണ്. 86,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. പുത്തൻ ടയേഴ്സ് ആണല്ലേ. 5.25 പ്രൈസ് വരും. നമ്മളിപ്പോൾ 4 ടയറും പുത്തൻ ടയർ എടുത്തിട്ടത്. എല്ലാ ടയറും മാറിയിട്ട്? 4 ടയറും മാറി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് ഏതാ വേരിയൻ്റ്? ഏതാ? ഡെൽറ്റ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ആ രീതിയിൽ വണ്ടി കൊള്ളാം. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. 50 രൂപ പോരാ? ഇത് പോരാ. എത്ര വേണം? 70-70 രൂപ വേണം. 70 രൂപ റേഞ്ച് വേണം. അപ്പോൾ അടവ് എങ്ങനെ വരും? പെർ ലാക്കിന് 2,500 ആ റേഞ്ചിൽ അടവ്. 2013 മോഡല് ഇൻഡിക്ക ഡീസലാണ്. 13 മോഡൽ. ഓണർഷിപ്പ്? തേർഡ് ഓണറാണ്. നല്ല പുത്തൻ ടയേഴ്സ് ആണല്ലോ. ടയർ വലിയ കുഴപ്പമില്ലാത്ത ടയറാണ്. കുഴപ്പമില്ലെന്ന്? അത് ഫ്രഷ് ടയർ? ഫ്രഷ് അല്ല, അത് ടയർ വലിയ കുഴപ്പമില്ലാത്ത ടയറാണ്. പുത്തനല്ലേ? അപ്പം കണ്ടിട്ട് എനിക്ക് പുതിയതായിട്ടാവുന്നേ.
ടയർ പിന്നെ വലിയ പഴക്കമില്ല, പുതിയ ടയറാണ്. അതെ അതെ, വലിയ ടയർ പഴക്കമില്ലാത്ത ടയർ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാലും നീ സമ്മതിക്കത്തില്ല എന്നുള്ള അവസ്ഥയാണല്ലോ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് 65 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 65,000 രൂപ. 2013 വണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയെ കണ്ടാൽ പഴക്കം തോന്നുന്നില്ല. ഈ വെളി ഭാഗം അത് ഈ വെയിലത്ത് കിടക്കുന്നില്ലേ, അവന് വാഷ് ചെയ്യണം. എന്തെങ്കിലും അപാകതകളുണ്ടോ? അപാകതകൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല. ടാറ്റയുടെ വണ്ടി ആണ്ടാണ് അപ്പോൾ ഇത്രയും വില പറഞ്ഞിട്ടുണ്ടെന്ന്. ടാറ്റയുടെ വണ്ടിയാണ്ട. അത്രയ്ക്ക് പുച്ഛമൊന്നുമല്ല, വണ്ടിയുടെ ഒരു മാർക്കറ്റ് വില അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. 65 രൂപയ്ക്കൊരു 2013 വണ്ടി. അത് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അത്യാവശ്യം വൃത്തിയാക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയുള്ള വണ്ടി, അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാതരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.